ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു സൺഡേ വ്ളോഗാണ് പ്ലാൻ ചെയ്യുന്നത്. അതായത് ഞാനും അമ്മയും കൂടെ നമ്മളെ കോഴിക്കോട് മാനാഞ്ചിറയിലേക്ക് ഒന്ന് പോവുകയാണ്. SM സ്ട്രീറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും SM സ്ട്രീറ്റൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന്. പിന്നെ SM സ്ട്രീറ്റ് നമുക്ക് ഒരു ദിവസം പോരാ മുഴുവനായിട്ട് കാണിക്കാനായിട്ട്, പക്ഷേ സ്റ്റിൽ നമ്മൾ പോണ ആ വഴിയും പിന്നെ കുറച്ച് ഷോപ്പും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അതാണ് ബേസിക്കലി ഇന്നത്തെ വീഡിയോ. വന്നിട്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മളെ ചാനലിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ SM സ്ട്രീറ്റിൽ എത്തിയിട്ടുണ്ട്. അതായത് കോഴിക്കോടിൻ്റെ എന്താ പറയുക ഹാർട്ട് ബീറ്റ് എന്നൊക്കെ പറയാം വേണമെങ്കിൽ SM സ്ട്രീറ്റിന്. അത്രയും എന്താ പറയുക, ഈ കോഴിക്കോടുകാർ ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു സ്പോട്ടാണ് ഈ SM സ്ട്രീറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ കുറച്ച് കടയിലൊക്കെ ഒന്ന് കയറിയിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ടൊന്നും എന്താ പറയുക വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. എന്നാലും ചെറിയ രീതിയിലൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇവിടെ ഇതെന്താണ്, ചൈന മാർക്കറ്റോ അങ്ങനെ എങ്ങാണ്ടാണ് ഈ ഒരു ഷോപ്പിനെ പറയുക. സത്യം പറഞ്ഞാൽ ഇത്രയും കാലമായിട്ട് SM സ്ട്രീറ്റിൽ വന്നതിന് ശേഷം ഈ ഷോപ്പ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ഇതിനിപ്പം റീസെൻ്റ് ആയിട്ട് ഞാനും തുടങ്ങിയതാണോ എന്നുള്ളത്. കാരണം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ കുറേ ക്യൂട്ടായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. നല്ല ഈസ്തറ്റിക് ആയിട്ട് കാണാനൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പം ഇതാണ് നമ്മൾ ഫസ്റ്റ് കയറിയ കട. അപ്പോൾ ഇവിടുന്ന് ഞാൻ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ മേടിച്ച്, കാണാനൊക്കെ അത്യാവശ്യം നല്ല ഭംഗിയുള്ള കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിച്ച്, പിന്നെ ഇവിടെ തന്നെ നമുക്ക് കുറേ ഇയറിങ്സിൻ്റെ കളക്ഷൻ ഉണ്ട് കേട്ടോ. അതായത് പല റേറ്റിൽ നമുക്ക് ഇയറിങ്സ് വരുന്നുണ്ട്. അതായത് 20 രൂപ തൊട്ടിട്ട് പിന്നെ ഒരു 300 രൂപ വരെയുള്ള കുറേ ഇയറിങ്സും കാര്യങ്ങളും ഉണ്ട്. പിന്നെ അതിനൊക്കെ ശേഷം നമ്മൾ തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിൽ കയറി. അവിടെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ബാഗ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ബാഗും പിന്നെ ചപ്പൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ബാഗ് ഞാൻ എടുത്ത്, ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ അതുകൂടാണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഏകദേശം 550 റുപ്പീസാണ് ആ ബാഗിന് വന്നത്. പിന്നെ ഈ ഒരു പേഴ്സും അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു പേഴ്സ്. കാരണം എനിക്ക് ഈ ബാഗും പേഴ്സും ഏകദേശം കളറ് ജസ്റ്റ് ഒന്ന് എന്താ കുറച്ച് ചെറിയ രീതിയിലൊന്ന് ബ്ലെൻഡായി വന്നെന്ന് തോന്നിയപ്പോൾ ഞാൻ അതൊക്കെ മേടിച്ചു. പിന്നെ ഈ കാണുന്ന സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിയിട്ടോ. എന്തിനാ വാങ്ങിയെന്ന് എനിക്കറിയില്ല, പക്ഷേ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടം തോന്നിയപ്പോൾ വാങ്ങി. അപ്പോൾ അങ്ങനെ അതൊക്കെ മേടിച്ചിട്ട് നമ്മൾ നേരെ നടക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഞാനൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഷോപ്പ് ഞാൻ കാണിച്ചു തരാം. ഈ ഷോപ്പ് കണ്ടോ, ഇവിടെ ഇല്ലാത്ത സാധനമില്ല. പിന്നെ അതുമാത്രമല്ല, ഇവിടെ എന്തെടുത്താലും 30 രൂപയാണ്. വെറും 30 ഉറുപ്പ്യേ. അതായത് ഇവിടുന്ന് എന്ത് സാധനങ്ങൾ എടുക്കുകയാണെങ്കിലും 30 രൂപയെ വരുന്നുള്ളൂ. ഭയങ്കര ചെറിയ സാധനം തൊട്ട് വലിയ സാധനം വരെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പം ഇവിടെ ഈ ഷോപ്പിൻ്റെ ഉള്ളിൽ നമുക്ക് കയറാൻ കൂടി പറ്റില്ല. അമ്മാതിരി തിരക്കാണ്. ആൾക്കാർ എനിക്ക് തോന്നുന്നു മൊത്തം കോഴിക്കോടുകാർ ഇതിൻ്റെ ഉള്ളിലാണെന്ന് ഒരു നിമിഷം എനിക്ക് തോന്നിപ്പോയി. കാരണം അമ്മാതിരി സൈസിലാണ് തിരക്ക് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. അപ്പം ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ മേടിച്ച്, ഇത് കണ്ടോ ഈ ഹാപ്പി ഷവർ, ഇതെനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് അതുകൊണ്ട് ഞാൻ വാങ്ങിയതാണ്. ഞാൻ എന്തിനത് വാങ്ങിയെന്നുള്ളത് എനിക്ക് അറിയില്ല, പക്ഷേ കണ്ടപ്പോൾ ഒരു ഇഷ്ടം തോന്നിയപ്പോൾ ഞാൻ വാങ്ങി. അപ്പം അങ്ങനെയാണ് ഗൈസ്. അങ്ങനെ ഒരുവിധപ്പെട്ട ഈ കവർ നിറച്ചും ഏകദേശം നമ്മൾ എന്തൊക്കെയോ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ നേരെ ഇനി തിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്കൊന്നും വാങ്ങാനില്ല, കാരണം നമ്മളെ കൈയൊക്കെ നിറഞ്ഞ്. കാരണം അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ നമ്മൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന്. അപ്പോൾ അങ്ങനെ നമ്മൾ ഏകദേശം സാധനങ്ങളൊക്കെ മേടിച്ച് ഇനി തിരിച്ച് പോകണം. പോണതിൻ്റെ മുന്നേ ആയിട്ട് ഫുഡ് കഴിക്കണമല്ലോ, അത് മസ്റ്റല്ലേ. അപ്പോൾ ഇപ്പോൾ ഏകദേശം സമയം വന്നിട്ട് 1 മണിയൊക്കെ ആയിട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനും അമ്മയും നല്ല ഒരു ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ഇത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ കോഴിക്കോട് നമ്മുടെ SM സ്ട്രീറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു ഹോട്ടലിൽ നിന്നാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ നല്ലൊരു അടിപൊളി ചിക്കൻ ബിരിയാണി കഴിച്ചു. പിന്നെ ഉച്ച ആയതുകൊണ്ട് തന്നെ ഞാൻ തോന്നുന്നുണ്ട് നല്ല രീതിയിൽ വിശക്കുന്നുണ്ടേനു. പിന്നെ നമ്മൾ രാവിലെ ഇറങ്ങിയത് SM-ലേക്ക്, പിന്നെ അത് മൊത്തം തിരിഞ്ഞ് കളിച്ച് കുറേ ടൈമൊക്കെ പോയി. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിക്കുകയാണ്. നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി. പിന്നെ കഴിക്കുന്ന സമയത്ത് ഞാനും ഇങ്ങനെ കുറേ സംസാരിക്കുന്നുണ്ട്. അതായത് ഇന്ന് വാങ്ങിയ സാധനങ്ങളെ പറ്റിയിട്ടും ഇനി നമുക്ക് എന്തൊക്കെ വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കരമായ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നല്ലൊരു കട്ടൻ ചായ കുടിച്ചിട്ട് അതിൻ്റെ മേലെ, പിന്നെ ഇതെപ്പോഴും അങ്ങനെയാണല്ലോ, നല്ല ബിരിയാണി കഴിച്ചാൽ നല്ലൊരു സുലൈമാനി കുടിക്കണം എന്നാണ്. അപ്പോൾ അങ്ങനെ ഇതാ ഇപ്പം കണ്ടോ SM ഫുള്ള് ആൾക്കാരായി. എനിക്ക് തോന്നുന്നു ഏകദേശം ഉച്ചയ്ക്ക് ശേഷമാണെന്ന് തോന്നുന്നു ഇവിടെ ഭയങ്കര തിരക്ക് വരുന്നത്. കാരണം രാവിലെ ഞങ്ങൾ എത്തിയ സമയത്ത് അതിന് മാത്രം തിരക്കൊന്നുമില്ലേനു. അങ്ങനെ ഉച്ചയായപ്പോഴത്തേക്ക് ഇവിടെ ഏകദേശം മൊത്തം ഫില്ലായി വരുന്നുണ്ട് കേട്ടോ. പിന്നെ അത് മാത്രമല്ല ഇന്ന് ഞായറാഴ്ചയും കൂടിയാണ്, അപ്പോൾ അതിൻ്റേതായ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ ഇനി ബസ് കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. അതായത് SM കുറച്ച് ദൂരം മുന്നിലേക്ക് നടന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബസ് സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ അവിടുന്ന് നമ്മൾ നേരെ നമ്മളെ നാട്ടിലേക്ക്, അതായത് കടലുണ്ടിയിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. പിന്നെ ഇന്ന് നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് കടലുണ്ടി ബസ് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഫറോക്ക് കോളേജ് ബസ്സിന് പോയി ഫറോക്ക് ഇറങ്ങിയിട്ട് ഫറോക്കിൽ നിന്ന് വേറെ ബസ് മാറി കയറിയിട്ടാണ് നമ്മളെ വീട്ടിലെത്തിയത്. അങ്ങനെ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ. മഴ പെയ്യാൻ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവിടുന്ന് നമ്മൾ ബസ് സ്റ്റോപ്പ് ഇറങ്ങി ഒരു ഓട്ടോ പിടിച്ചാണ് വീട്ടിലേക്ക് പോകുന്നത്. അത് കൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഈ സാധനങ്ങളൊക്കെ താങ്ങിയിട്ട് നമുക്ക് നടക്കാനായിട്ടുള്ളൊരു ശേഷിയില്ല ഗൈസ്. ഭയങ്കര ടയേർഡായിപ്പോയി, കാരണം രാവിലെ ഇറങ്ങിയതാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ്
നമ്മൾ നേരെ വീട്ടിലെത്തി. അപ്പോൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഇവിടെ മഴ കഴിഞ്ഞിട്ടില്ല, മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ രാവിലെ ഇറങ്ങുന്ന സമയത്ത് അത്യാവശ്യം നല്ല വെയിലേനു കേട്ടോ. തിരിച്ച് വരുന്ന സമയപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല മഴ പെയ്യാൻ തുടങ്ങി. പെട്ടെന്നാണ് ഇങ്ങനെ സ്വിച്ച് ഇട്ട മാതിരിയാണ് ഇങ്ങനെ ഈ ഒരു സിറ്റുവേഷൻ മാറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഞാൻ വാങ്ങിയിട്ടുള്ള കുറച്ച് സാധനങ്ങളും കാണിച്ചു തരാം. ഇത് നമ്മളുടെ ആ ഒരു ബാഗ്, അതായത് ആ ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ടുള്ള ബാഗ് 550 ആയിട്ടുള്ളൂ, പക്ഷേ അത്യാവശ്യം നല്ല ക്വാളിറ്റി സാധനമാണ്. പിന്നെ ഈ ഒരു വാഷ് ബാഗ്, ഇതെന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് നമ്മളുടെ ഈ ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ ഇട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബാഗാന്ന് പറഞ്ഞാൽ കുറേ മുന്നേ യൂട്യൂബ് ചാനലിൽ കണ്ടായിരുന്നു ആരോ ഒന്ന് വിട്ട വീഡിയോ, അപ്പോൾ അതുകൊണ്ട് മേടിച്ചതാണ്. പിന്നെ അത് കൂടാണ്ട് ഈ ഒരു ബാഗ് ഇവിടെ ഇത് അത്യാവശ്യം എന്താ പറയുക നല്ലൊരു ബാഗാണ് കേട്ടോ. അതായത് നമുക്കിങ്ങനെ ചെറിയ രീതിയിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ട്രിപ്പ് പോകണമെങ്കിലോ അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഏകദേശം 4 സെഷൻസ് ഒക്കെ വരുന്ന നല്ലൊരു ക്വാളിറ്റി ബാഗാണ്. ആൻഡ് ഇത് വന്നിട്ട് ഒരു പേഴ്സാണ്. അപ്പം ഇത് ഞാൻ വാങ്ങാൻ കാരണം എൻ്റെ ഒരു ബാഗിന് ഏകദേശം ബ്ലെൻഡായിട്ട് വരുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ ഇതൊക്കെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളാണ്. പിന്നെ ഇത് കൂടാണ്ട് പിന്നെ അമ്മ കുറേ വാങ്ങിയിട്ടുണ്ട്. അമ്മ ഇവിടെ എത്തിയ ഉടനെ തന്നെ അതൊക്കെ അങ്ങോട്ട് ഓരോരോ ഭാഗത്തേക്കാക്കി ഡിസ്പോസ് ചെയ്ത് വെച്ചു. അപ്പോൾ ഞാൻ എൻ്റെ കൈമിലുള്ള എൻ്റെ കുറച്ച് സാധനങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് കേട്ടോ. പിന്നെ ഈ ഹാപ്പി ഷവർ ഈ ഒരു പെട്ടിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്താണെന്നറിയില്ല, അതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ കൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അതിന് ശേഷം നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നേരെ കുഞ്ചുവിനെ കാണാൻ വേണ്ടി വന്നു. അപ്പം കുഞ്ചുവിൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ കുഞ്ചുവിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെറിയ ആ ക്ലിപ്പിൻ്റെ സാധനം വാങ്ങിയത്. അപ്പോൾ അതൊക്കെ കുഞ്ചുവിന് കൊടുത്ത് പിന്നെ അതുപോലെ അങ്ങനെ ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു ചെടീൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ഫോട്ടോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചതേനു. പക്ഷേ ആ ടൈം ആയപ്പോഴത്തേക്ക് അത്യാവശ്യം മഴയുണ്ടേനു. പിന്നെ കൂടാണ്ട് ആ ചെടിയുമേലൊന്നും പൂവില്ല ഗൈസ്. സ്വതവേ പൂവുകളൊക്കെ ഉള്ള ടൈമിൽ ഫോട്ടോ എടുക്കാനായിട്ട് അത്യാവശ്യം നല്ല ഭംഗിയുണ്ടേനു. അപ്പോൾ പൂവില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ കുഞ്ചുവിനെയും കൂട്ടി നേരെ നമ്മളെ വീട്ടിലേക്ക് പോവുകയാണ്. പിന്നെ മഴ ഇപ്പോഴും സ്റ്റിൽ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ വീട്ടിലേക്ക് പോകുന്ന റോഡ്. അതായത് എൻ്റെയും കുഞ്ചുവിൻ്റെയും വീട് വന്നിട്ട് ഇങ്ങനെ ഓപ്പോസിറ്റാണ്. പക്ഷേ ഇങ്ങനെ ഒരു ചെറിയ റോഡ് പോകുന്നുണ്ട്. അപ്പോൾ അതിൽക്കൂടെ പോയിട്ടാണ് നമ്മളുടെ എന്താ പറയുക വീട്ടിലേക്ക് എത്തുക. പിന്നെ ഇപ്പോൾ മഴയായതുകൊണ്ടാണ് ഈ എന്താ പറയുക റോഡ് മൊത്തം പുല്ലൊക്കെ ആയിട്ട് കിടക്കുന്നത് കേട്ടോ. അല്ല അതിൻ്റെ മുന്നേ അത്യാവശ്യം നല്ല വൃത്തിയിലൊക്കെ കിടന്ന റോഡാണ്. പക്ഷേ ഇപ്പോൾ വമ്പം മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അത് മൊത്തത്തിൽ എന്താ പറയുക ഈ കാട് പിടിച്ച മാതിരിയായി. ഇതിൻ്റെ ഉള്ളിലൊക്കെ പാമ്പുണ്ടാവും, അതാ വേറെ കാര്യം. നമ്മൾ പാമ്പിനെയൊക്കെ കാണലുണ്ട്, മൊത്തം ഈ കാട്ടിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും. പിന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ രാത്രിയൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോണ ടൈമിൽ അത്യാവശ്യം ടോർച്ചൊക്കെ എടുത്ത് ഒന്ന് എന്താ പറയുക കെയർഫുള്ളായിട്ടാണ് പോവൽ. അപ്പം അങ്ങനെ പിന്നെ നമ്മൾ വീട്ടിലെത്തി. അപ്പം ഇന്ന് ഇവിടെ വെച്ചിട്ടാണ് നമ്മളുടെ അമ്മേൻ്റെ കുടുംബശ്രീ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് കുടുംബശ്രീ ചേച്ചിമാരൊക്കെ ഇന്ന് വരുന്നുണ്ടേനു കേട്ടോ. നമ്മളെ വീട്ടിൽ വെച്ചിട്ടാണ് ഇന്ന് കുടുംബശ്രീയും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ ഗൈസ്, അങ്ങനെ അത്യാവശ്യം ഇന്ന് നല്ലൊരു ദിവസേനു. ഇന്ന് കുറച്ച് ടയേർഡായി പുറത്തൊക്കെ പോയി വന്നുകൊണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ സൺഡേ പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോണത്. എന്താണ് ആക്ച്വലി നിങ്ങളുടെ പരിപാടി എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളായിട്ട് ഇനിയും കാണാം. താങ്ക്